ഏതായാലും ശിവദാസ്, ഈ ഒരു ആളും ആരവും ഒക്കെ ഇപ്പോൾ തന്നെ കലാശക്കൊട്ടിൻ്റെ ഈ നിമിഷത്തിൽ വലിയ ആത്മവിശ്വാസം BJP-യിൽ കാണുന്നു എന്നുള്ളതല്ലേ? അതായത് ഇന്ന് നമ്മൾ രാവിലെ കെ സുരേന്ദ്രനുമായി സംസാരിച്ചപ്പോഴാണെങ്കിലും അതല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണെങ്കിലൊക്കെ അവരുടെ മുഖത്ത് വലിയ ആത്മവിശ്വാസം കാണാൻ കഴിഞ്ഞു എന്നുള്ളതല്ലേ? തീർച്ചയായും വലിയ വിശ്വാസത്തിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ BJP നേതാക്കൾ എല്ലാവരും തന്നെ ഇത്തവണ വലിയൊരു ആത്മവിശ്വാസത്തിലാണ്. കാരണം നമുക്കറിയാം, വലിയ മികച്ച രീതിയിലുള്ള പ്രചാരണങ്ങൾ തന്നെയായിരുന്നു ഇത്തവണ നടന്നത്. അതോടൊപ്പം തന്നെ നിരവധി ഘടകകക്ഷികൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി തന്നെ ഈ പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. നിരവധി വിവാദ വിഷയങ്ങൾ മറ്റ് ഇരു മുന്നണികളെയും ബാധിച്ചപ്പോൾ അത് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ അടക്കം നമ്മൾ കണ്ടിരുന്നു. ട്രോളിംഗ് വിവാദവും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥി, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ രണ്ട് മുന്നണികളും ഉണ്ടായപ്പോൾ BJP-യെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ ഒരു നാട്ടുകാരൻ കൂടിയാണ് C കൃഷ്ണകുമാർ. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് കൃത്യമായി അദ്ദേഹത്തെ കുറിച്ച് അറിയാം. ഒരുപാട് വർഷങ്ങളായി ഇവിടെ ജനിച്ചു വളർന്ന വ്യക്തി, ഒരുപാട് വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ആ വ്യക്തി. 4 തവണ അദ്ദേഹം BJP-യുടെ കൗൺസിലർ ആയിരുന്നു, നഗരസഭ വൈസ് ചെയർമാൻ ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മികവ് തെളിയിച്ചു. അങ്ങനെ കൃത്യമായി തന്നെ മികവ് തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് അദ്ദേഹത്തെ കൃത്യമായി അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ അദ്ദേഹം പത്തനംതിട്ട ജില്ലക്കാരനാണ്, സരിനാണെങ്കിൽ ഈ ഒരു പാലക്കാട് സ്വദേശിയല്ല. അങ്ങനെ മറ്റ് 2 മുന്നണി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഈ നാട്ടുകാരുടെ ഹൃദയം കൂടി കീഴടക്കിയ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് NDA സ്ഥാനാർത്ഥി. കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആരവം കുറച്ചുകൂടെ ഉയരുന്നു. ഒരു ചെണ്ടമേളം കൂടെ BJP ക്യാമ്പുകളിൽ ആരംഭിക്കാൻ പോകുന്നു. അതായത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ട ആദ്യം ആരംഭിച്ചത് BJP-യുടേതാണ്. അതായത് മേലാമുറിയിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ അവിടെ പ്രചാരണത്തിന്റെ ഈ റോഡ് ഷോയും അതിനോടനുബന്ധിച്ച് അവിടെ മേലാമുറിയിൽ ഒരു ചാക്യാർ കൂത്തും മറ്റുമൊക്കെ ആയിട്ട് ആരംഭിക്കുകയുണ്ടായി. ഇപ്പോഴാണെങ്കിൽ ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നോക്കുമ്പോഴും ഇവിടെയും ഒരു ആരവവും ആവേശവും ഒക്കെ ഏറ്റവും അധികം കാണുന്നത് NDA ക്യാമ്പുകളിൽ നിന്നാണ്. അതായത് ഇപ്പോൾ ഇത്തരം ഒരു ചെണ്ടമേളം കൂടെ ആരംഭിക്കാൻ പോകുന്നു. എന്താണ് ഈ BJP ക്യാമ്പുകളിൽ മറ്റേ ക്യാമ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ആവേശം അധികമായിട്ട് വരുന്നല്ലോ? ഇപ്രാവശ്യം എന്തായാലും നമ്മുടെ വിജയം ഉറപ്പിച്ചല്ലോ. വിജയം ഉറപ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ ആവേശം കൂടും. വിജയം ഉറപ്പായപ്പോൾ കുറച്ചുകൂടെ ആവേശം കൂടി. അത് തന്നെയാണ്. ഏതായാലും എത്രത്തോളം ഈ പാലക്കാട് എന്താണ്? പാലക്കാട് വിജയിക്കും, ഒരു സംശയം വേണ്ട. മെട്രോമാൻ ഈ ശ്രീധരൻ മത്സരിച്ച സമയത്ത് ചെറിയ വോട്ടുകൾക്കാണ് പറഞ്ഞത്. ഇത്തവണ അത് തിരുത്തുന്നുള്ളത് ഉറപ്പായിട്ടും തിരുത്തും, ഒരു സംശയം വേണ്ട. അതിലുള്ള വളരെ അടിത്തട്ടിലുള്ള പ്രവർത്തനം കൃത്യമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉറപ്പായും ജയിക്കും, 100% ജയിക്കും. വിജയം ഉറപ്പാണ്. അടിത്തട്ടിലുള്ള പ്രവർത്തനം താഴെത്തട്ടിൽ നിന്ന് നല്ല പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും ചെയ്യും. അതുതന്നെയാണ്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആളുകളിൽ ആവേശം അതിൻ്റെ പാരമ്യത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ശിവദാസ്. അതായത് ഇനി നമുക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു 5 മണിയോടുകൂടെ തന്നെ റോഡ് ഷോ കൂടെ ഈ സ്റ്റേഡിയം പരിസരത്തേക്ക് എത്തിച്ചേരും.